നാം കാണാൻ പോകുന്നത് NCBS കലാഗ്രാമത്തിലെ വിശേഷങ്ങളാണ്. ദിവ്യകാരുണ്യ മിഷണറി സഭാംഗമായ ഫാദർ മാത്യു മൈലാടി 1997 സ്ഥാപിച്ചതാണ് ഈ കലാഗ്രാമം. സമൂഹത്തിൻ്റെ എല്ലാ തലങ്ങളിലുമുള്ള, പ്രത്യേകിച്ച് കുട്ടികളുടെയും യുവാക്കളുടെയും സംഗീത വാസനകൾക്ക് പ്രോത്സാഹനം കൊടുക്കുക, അതോടൊപ്പം തന്നെ നല്ലൊരു നാളേക്കായിട്ട് ഈ കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കുക എന്നൊരു വലിയ ലക്ഷ്യമാണ് ഞങ്ങളുടെ ഈ സ്ഥാപനത്തിന് ഉള്ളത്. തിരുവനന്തപുരം പട്ടത്ത് 1997 വാടക കെട്ടിടത്തിൽ ഫാദർ മാത്യു മൈലാഡിയാണ് NCBS കലാഗ്രാമം സ്ഥാപിച്ചത്. വയലിൻ, ഗിറ്റാർ, പിയാനോ, കീബോർഡ്, തബല, മൃദംഗം, വോക്കൽ, ഡ്രംസ് എന്നിവയ്ക്ക് പുറമെ നൃത്തവും കരാട്ടയും ചൈനീസ് കുംഫുവും ചിത്രരചനയുമെല്ലാം ഇവിടെ പഠിപ്പിക്കുന്നു. ഇതിനൊക്കെയുള്ള സൗകര്യങ്ങൾക്ക് പുറമെ 250 പേർക്ക് ഇരിക്കാവുന്ന മനോഹരമായ ഓഡിറ്റോറിയവും മികച്ച റെക്കോർഡിംഗ് സ്റ്റുഡിയോയും കലാഗ്രാമത്തിലുണ്ട്. ഹായ്, ഞാൻ ഗായത്രി. 4 വയസ്സുള്ളപ്പോഴാണ് ഞാനിവിടെ പട്ടം കലാഗ്രാമത്തിൽ വന്നത്. LKG പഠിക്കുമ്പോൾ. 7 വർഷമായിട്ട് ഞാനിവിടെ പഠിക്കുന്നു. അന്ന് ഡ്രോയിങ്ങിനും ക്ലാസിക്കൽ ഡാൻസിനുമാണ് ചേർന്നെങ്കിലും പിന്നെ ഓരോ ക്ലാസ് കണ്ട് ആഗ്രഹം വന്ന് ആഡ് ചെയ്ത് ഇപ്പോൾ 6-7 ക്ലാസ്സായി. പിയാനോ, വയലിൻ, ഡ്രംസ്, ഗിറ്റാർ, പിന്നെ വോക്കൽസ്, കുംഫു, ഡ്രോയിങ്, അങ്ങനെ കുറേ ആയി. ഇപ്പോൾ ആഴ്ചയിൽ മിക്കവാറും എല്ലാ ദിവസവും ഞാനിവിടെ കലാഗ്രാമത്തിൽ വരുന്നുണ്ട്. സ്കൂളിലെ പഠിത്തത്തിനിടയിൽ കലാഗ്രാമത്തിൽ വരുന്നത് ഒരു റിലാക്സേഷനാണ്. ഇവിടുത്തെ ടീച്ചേഴ്സ് ആണെങ്കിലും സ്റ്റാഫ് ആണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും എല്ലാം എനിക്ക് ഫാമിലി പോലെയാണ്. കലാഗ്രാമം എൻ്റെ വീട് പോലെ. കുഞ്ഞിലെ ഞാൻ എൻ്റെ മോളെ ഒന്ന് എൻഗേജ്ഡ് ആയിട്ട് വെക്കാൻ വേണ്ടി 1-2 ക്ലാസ്സിന് ചേർക്കാൻ വേണ്ടിയാണ് നെറ്റിൽ തപ്പി ഇവിടെ കണ്ടുപിടിച്ചത് കലാഗ്രാമം. അന്ന് ഇവിടെ അങ്ങനെ ചേർന്നെങ്കിലും പിന്നെ ഇവിടെ ഓരോ ക്ലാസ് കണ്ട് ഇഷ്ടപ്പെട്ട് അവൾ പിന്നെ ഓരോന്ന് ആഗ്രഹം പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ പഠിക്കുന്നുണ്ട്. ഇവിടെ അച്ഛന്മാരായാലും സ്റ്റാഫായാലും ടീച്ചേഴ്സായാലും എല്ലാവരും എന്ന് വെച്ചാൽ ഇവിടെ കിടന്നാണ് ഇവൾ വളർന്നത്. എല്ലാവരും അത്രയ്ക്ക് മാത്രം സപ്പോർട്ട് ഇവൾക്ക് കൊടുക്കുന്നുണ്ട്. ഞാൻ അന്ന് ഇവിടെ കൊണ്ടുവന്നത് ഏറ്റവും ഭയങ്കര വലിയ ഭാഗ്യമായിട്ടുള്ളൊരു കാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രയ്ക്ക് ഗുണം ചെയ്തിട്ടുണ്ട്. പിന്നെ ബേസിക്കലി LCM എക്സാം ബേസ്ഡ് ആണ് ഈ ഇവിടെ പഠിക്കുന്ന രീതി. അതുകൊണ്ട് തന്നെ ഒരു സിലബസ് ബേസ്ഡ് ആയിട്ട് സ്ട്രക്ചേർഡായിട്ട് പഠിപ്പിക്കുന്നതുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകുന്നത് എവിടെ വരെ എത്തിയെന്ന് അറിഞ്ഞാണ് പഠിച്ചു പോകുന്നത്. അതൊരു വലിയ ഗുണമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. എന്തായാലും ഇവിടെ നമ്മുടെ ഓരോ ദിവസവും ഇവിടെ വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ദിവസത്തിലെ ഏറ്റവും രസകരമായ ഒരു കാര്യമായിട്ടാണ് ഞങ്ങളിത് ചെയ്യുന്നത്. വളരെ സന്തോഷമുണ്ട് ഇവിടെ വരുന്നത്.
കലാഗ്രാമത്തോടൊത്ത് നമുക്കൊരുമിച്ച് സംഗീതത്തിലൂടെ ഒരു നല്ല നാളെ നമുക്ക് പടുത്തുയർത്താം. സംഗീത പ്രതിഭകൾക്കൊപ്പം എന്നും ഉണ്ടായിരിക്കും ഈ MCBS കലാഗ്രാമം.